ഞാൻ ഇങ്ങോട്ട് ഉപ്പച്ചി എന്തുക്കോ പറഞ്ഞ കേൾക്കാം. നല്ല കുട്ടികളാകുമ്പോ ഉപ്പച്ചിമാരെ വിളിച്ചാലേ കൂടി വരും. അങ്ങനെ നല്ല കുട്ടികളുണ്ടല്ലേ. ഇജ് പറഞ്ഞപ്പോ ഉപ്പച്ചി നീച്ചാണ്ട് ഇങ്ങോട്ട് ഉപ്പച്ചിന് മുഖത്ത് നോക്കിയാൽ മതി. ഇജ് ക്യാമറയ്ക്ക് നോക്കണ്ട കേട്ടോ. നോക്ക് ഇജ് വിളിച്ചപ്പോ ഉപ്പച്ചി നീച്ചോ? അത് കേക്ക് വേണം പറഞ്ഞപ്പോ ഉപ്പച്ചി എടുത്തന്നോ? പിന്നെ കാര്യം എടുത്തന്ന് ജാരു എന്നാ പറഞ്ഞത് കേക്ക് വേണമെന്ന്. ഉപ്പച്ചി നീച്ചെടുത്തന്നില്ലേ? ഈ കേക്ക് എന്താ അറിയോ? ആ എന്താ എന്ത് ഞാൻ എന്റെ വാങ്ങിയ എന്തിനാ? ആർക്ക് തിന്നാന്? എന്തിനാ തിന്നിട്ട് എന്തിനാ? നിന്നിട്ടില്ലേ? ഞാൻ എന്താ ഓട്ടേനെ ഉടുപ്പിട്ട് കൊടുക്കും. എന്നാലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. നല്ലുള്ളൂ ഗൈസ്. ചെറുതിനെ ഞങ്ങളെ ഉടുപ്പിട്ട് കൊടുക്കണുള്ളൂ. അപ്പൊ അതിന് വലുത് ഒറ്റ കേക്ക് രംഗാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ. ഈ കേക്ക് പറഞ്ഞ കപ്പ് കേക്ക് ആട്ടോ ഗൈസ് ഉദ്ദേശിക്കണത്. അത് എങ്ങനെ പൊളിച്ചത്? പൊളിച്ച ഉണ്ടാവട്ടോ. പിച്ചു നോക്കാം. പിച്ചു പൊളിച്ചോ? നെറ്റിയടി കിടക്ക്. ആ കിടക്ക്. നല്ല കുട്ടികൾ എങ്ങനെ കഴിക്കണ വേസ്റ്റ് ഒക്കെ കുട്ടികൾ എടുക്കും. നല്ല കുട്ടികൾ അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. അവളെ ഗൈസ് സ്കൂളിൽ പോയി ഞങ്ങൾ ബുക്കൊക്കെ മേടിച്ച് കൊടുത്തിരിക്കണ്. ഞങ്ങളെ എന്നാ പോകുക സ്കൂളിൽ? അടച്ചോളം എടുത്തോളൂ. അതിന് ഇഞ്ഞുണ്ടായിമേ നോക്കട്ടെ. പോട്ടെ തന്നെ നേരെ നിക്കിത് പൊണ്ണലങ്കിടവാ. ഒരു കഥ പറയട്ടെ എന്നിട്ട് പോയിക്കോ. അവിടെ നിന്നി കുപ്പായിട്ടുണ്ട്. നമ്മളൊക്കെ വീടിന്റെ എന്താണെന്ന് എനിക്കറിയോ? എന്താ നമ്മളെ വീടിന് ഒരു വയസ്സായി. എന്താ അറിഞ്ഞു ജി? നമ്മള് വീടിന് എത്ര വയസ്സായി? തലമുട്ടു. എത്ര വയസ്സ്? 5 വയസ്സല്ല. നമ്മളെ ഈ വീടിന് ഒരു വയസ്സായിട്ടോ. നിങ്ങൾക്ക് കഴിഞ്ഞ പൊട്ടിയ കുതന്ത്രം തലമുട്ടി ഗൈസ്. അവള് ഉറങ്ങി ഇങ്ങനെ മതിച്ച് വരിക ഗൈസ്. പിന്നെ കുപ്പായിടാതെ പിന്നെ കുട്ടികളെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ വേറെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഒരാഴ്ച വീഡിയോയിൽ തരാൻ പറഞ്ഞിട്ടിക്ക എവിടെയാ നമ്മളെന്താ വീഡിയോ പറഞ്ഞത്? ടൂറ് പോയി. എങ്ങോട്ട്? ചെമ്മാട് ടൂറാ പോലെ ജി? വിരുന്നോ? എന്റെ മഴ തട്ടിക്കാണ്ട് പോയി. ചെമ്മാട് ടൂറിച്ച എന്റെ തട്ടിട്ട് വന്ന ഹായ് ഗൈസ്. രസമുണ്ടോ? ഫോണ് മാറ്റാനേക്ക് മട്ടിയെ മറ്റോള് ചിക്കി കഴിഞ്ഞിട്ട് പോയിട്ടോ ഗൈസ്. തന്നെ ഇതിങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ മാത്രം അയക്കില്ല കേട്ടോ. ഐഫോൺ ഉപയോഗിക്കാൻ മാത്രം അയക്കില്ല. എന്താ ഐഫോൺ ഇട്ട് വാങ്ങിക്കുന്നതാണ്? എന്താ പറ്റിയത്? ഐഫോൺ 8ഓ? എത്ര കൊല്ലം മുന്നേ? 5 കൊല്ലം മുന്നേ. 5 കൊല്ലം മുന്നേ ഐഫോൺ 8 എന്നാണ്ട് ചേരും. ആ സമയത്ത് യൂസ് ചെയ്താൽ എന്താ ഉപയോഗിച്ചൂടെ? പുതിയ ഫോൺ. ഈ സാധനം ഇപ്പൊ എത്ര ദിവസമായി റിമോട്ട് കറക്റ്റുന്നത്? 1 വർഷം കഴിയാനായി ഗൈസ്. അപ്പൊ ഇതിന്റെയും ഒരു ആനിവേഴ്സറിയാണ്. അതായത് വീടിന്റെ എല്ലാ സാധനത്തിന്റെ വാറന്റി ആണെന്ന്. 1 കൊല്ലം വീട് ഗ്യാരണ്ടി വാറന്റി. വീടിക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു വർഷത്തെ ഈ വീടിന്റെ ചൈത്രയാത്രയെ കുറിച്ച്? സന്തോഷമാ? സങ്കടല്ലേ? ഞാൻ അത്രയുടെ തല്ലിക്കുട്ടിയാണ്. ചുമരുമ്പോ കയറ്റിയാണ് മൂക്കിനടിച്ച് ചോരയൊക്കെ ഒന്നുകാണ്ട്. അപ്പൊ അങ്ങോട്ട് ഇപ്പൊ തല്ലിയോണ്ട് ആ പ്രശ്നം കഴിഞ്ഞു. ഇത് പറഞ്ഞു കേട്ടോ. ഇമ്മച്ചി ഇപ്പച്ചിനെ അടിച്ചിക്കണല്ലോ. അങ്ങനെ അടിച്ചില്ലല്ലോ. ആരടിച്ചത്? ആരെ ആരടിച്ചത്? സബ്സ്ക്രൈബറിനൊക്കെ താങ്ക് യു പറ. ഉടുപ്പൊക്കെ കണ്ട് ഉടുപ്പതാ നയിച്ചു. എടി ഞാൻ വേറെന്താ പറയാൻ കരുതി. എനിക്ക് എന്തോ ബാക്കിൽ എന്തോ ഇതിട്ടില്ലേ? പ്രോത്സാഹന സമ്മാനം എന്താ കിട്ടിയത്? എന്തിനാണ് നമ്മളെ പേരുടെ ബാക്കിൽ നിന്ന് പ്രോത്സാഹന സമ്മാനം കിട്ടിയത്? എനിക്ക് ഇത് പോയപ്പോ ഞാനിന്ന് അടിച്ചേരിയപ്പുണ്ട് 17 മുട്ട, നാടൻ മുട്ട. എന്നിട്ടോ എന്റെ മൂന്നതാണ്. ക്യാമറിന്റെ ബാക്കിൽ സുഖം കിട്ടില്ല. പിന്നെ തൊപ്പിട്ട് ശേഷം മുട്ടി ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് നിൽക്കാൻ സുഖമില്ല. അപ്പൊ മോട്ടി പറഞ്ഞതിനൊക്കെ വരാം. അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. ഓളെ സ്വഭാവം ഗൈസ്. സംഘടനകള് മൂടണിപ്പിച്ചാണ്. മൂടണിപ്പിച്ചാൻ പോയിക്കണോള്. നമ്മളെ വീട് നാശമാവും. എടുത്തിട്ട് ദേഷ്യം മുടിപ്പിച്ചാൽ അതിന്റെ സ്വഭാവമില്ലേ? അപ്പം ഒരാഴ്ച മോൾട്ടി ഇവിടെ ഇല്ലല്ലോ. ഒരു പോയ സമയത്തുണ്ട് ബാക്കിലത്തെ കോഴി ഞങ്ങളെ ബാക്കിൽ വന്നിട്ട് ഞാൻ കണ്ടില്ല. മുട്ടിടുമ്പോ എനിക്ക് മുട്ട
ഞാൻ പോയി നോക്കിനി. ഞാൻ കിണറ്റില് ഞാൻ മോട്ടർ ഇടുമ്പോ കിണറ്റില് വെള്ളം ഉണ്ടൊക്കെ പോയി നോക്കൂ. എന്താ അതിൻ്റെ ഉള്ളിൽ പണി? പണി ഇതാണ് ഓളെ പണി ഇവിടെ. രണ്ടിടം നിറച്ച് ഞാൻ ചെടിയൊക്കെ നനക്കലടിച്ച് പോയത്. ഇപ്പഴല്ല മഴ തുടങ്ങിയത്. ഇപ്പഴല്ല മൂട്ടി മഴ വെയിൽ തുടങ്ങിയത്. ആയി വരാം. 17 മുട്ട കിട്ടി. നല്ലവളായ എന്റെ മോൾട്ടി ആ മുട്ട അതിന്റെ കുടുംബക്കാരിക്ക് നിലക്കിക്കൊണ്ട് 2 മുട്ട അവൾക്ക് പ്രോത്സാഹന സമ്മാനവും ഞങ്ങൾ ചെറുത്താത്ത നിലക്കി. മുട്ട പറഞ്ഞ കറക്റ്റ് കൊടുത്ത പള്ളിയില്ലല്ലോ. ചെറുത്ത തന്നെ മുട്ടയാണ്. പിന്നൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ പണ്ടാറം എന്നുള്ള വാശിയൊക്കെ ഞങ്ങളോട് വിഷയമല്ല കേട്ടോ. അതൊരു പണ്ടാറം അങ്ങനെ ഞങ്ങൾ കുട്ടിയെ ഞങ്ങൾ സ്കൂളിൽ ചേർത്തിക്കണ്. അല്ല മോൾട്ടിയ എല്ലാത്തിനും ഇങ്ങനെ ലേ മോൾട്ടിയാണ് എന്താ നിങ്ങൾ ഈ യൂട്യൂബ് നടത്തുമ്പോൾ കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നമുക്ക് മാറ്റർ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിനാണ് ലേ മോൾട്ടി അറിയണത്. വരുന്നുണ്ട് തള്ളി മക്കളും വരുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ സ്ഥിരമായിട്ട് വ്ളോഗ് ഇടുന്ന ഒരു യൂട്യൂബേഴ്സ് പെട്ടെന്ന് എന്താ പറയാ അങ്ങനെ ഒരു പൊന്തി വന്നൊരു യൂട്യൂബേഴ്സ് പെട്ടെന്ന് നിൽക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മോൾട്ടി നമ്മൾ യൂട്യൂബ് പെട്ടെന്ന് വീഡിയോ നിർത്താനുള്ള കാരണം വേറെ എന്തെങ്കിലും പോയപ്പോ പൊന്തും അറിയില്ല മാളുമ്മ എന്റെ അടുത്ത ഞാൻ ചാറ്റിക്ക് അവിടെ മുറിയുണ്ട്. മുറി കാട്ടി കൊടുത്ത എല്ലാവർക്കും ചക്ര ബേസിന് മുറി കാട്ടി കൊടുക്ക്. മുറി കാട്ടി കൊടുക്കേ അമർത്തി കാട്ടി കൊടുക്ക്. കാണില്ല ആ ഗൈസ് ഉണ്ട് നിങ്ങള് ഇതെന്താ നിങ്ങൾ പന്തളി കാണാൻ പോയടുത്തുനിന്ന് കോട്ടരമ അരിച്ചാണ് ഗൈസ്. പിന്നെ നിങ്ങൾ ഈ ബാക്കിൽ തന്നെ ട്രോഫി ഉണ്ടല്ലോ നിങ്ങൾ ഇത്രങ്ങാനും ട്രോഫി വെച്ച് കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ അയലോക്കത്തെ താത്തയാണ്. ഇതൊക്കെ ഞങ്ങൾ പാടിയിട്ട് കിട്ടിയതാ. ഒരു നോളപ്പാട്ട് സ്റ്റേജിൽ കയറിയിട്ട് അത് സംഭവം എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. ഇതെന്താ ഗൈസ് കോട്ടറമ അടിച്ചാണ് കയറി. എനിക്ക് സങ്കടം ഉണ്ടോ കുപ്പച്ചിന്റെ കോട്ടറമ അടിച്ചിട്ട്? എന്താ കുട്ടികളും ഉമ്മച്ചാലൊക്കെ പെട്ടെന്ന് അസുഖങ്ങൾ മാറും. ഇല്ല ഇന്ന് വെച്ചാൽ നമുക്ക് മാറുക. ഈ ഫാൻ ടച്ച് ചൂടുമ്പോൾ എടുക്കുന്നുണ്ട്. ഇറങ്ങിക്കാം യൂട്യൂബില്. ഇനിയിപ്പോ അറിയാം നമുക്ക് പല വിഷയങ്ങളൊക്കെ പറയാം. ഞങ്ങൾ ബുക്കൊക്കെ വാങ്ങി പറയും. പക്ഷെ ഓള് കണ്ടിട്ടില്ല ഗൈസ്. ഓക്ക് ഞാനത് കാട്ടി കൊടുക്കൂല. കാട്ടി കൊടുത്തു കഴിഞ്ഞാൽ സ്കൂളിൽ ചട്ടം മാത്രം ഉണ്ടാവുള്ളൂ. ബുക്കിൽ പേജ് ഉണ്ടാവില്ല അല്ലേ? കുച്ചിമാരെ മറ്റേതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾക്ക് എന്തൊക്കെ വാങ്ങണം? പിന്നെ ഇപ്പച്ചി പറഞ്ഞതാ ബാഗ്, ലഞ്ച് ബോക്സ്, കൂട്ടാൻ ബോക്സ്, പിന്നെ വാട്ടർ ബോട്ടിൽ. വാട്ടർ ബോട്ടിലിന് 20 സടപ്പിന്റെ കുപ്പികൾ വാങ്ങിയാൽ മതി. അതിന് വെറുതെ ചെലവാക്കണ്ടല്ലോ കുറെ പൈസ. ഇപ്പൊ നല്ല ക്ലിയർ ഉണ്ടല്ലോ കുട്ടിയെ നമ്മളെ വീഡിയോസ് കാണാൻ. മുറിയാക്കല്ലേ ചെടുക്ക കുത്തി മത്തി നിൽക്കുന്ന വേഗക്ക് തന്നെ. സ്ഥിരം നമ്മള് ബ്ലോഗേഴ്സിനോട് എനിക്ക് പറയല്ലോ എന്താ വെച്ചാൽ ചില സാങ്കേതിക ഘട്ടങ്ങളൊക്കെ കണ്ടാൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റാത്തത്. വീഡിയോ എടുക്കാനൊക്കെ നല്ല മൂഡ് തന്നെയാണ്. പക്ഷെ ഈ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് നല്ല റങ്ക് ഉണ്ടാവും. പിന്നെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മടിയാവും. കാരണം പൈസ ഇതിന്റെ ഒരു മാനദണ്ഡം ആണെങ്കിൽ പോലും ഞാൻ ഇനി പൈസയോടെ കൂടുതൽ ആക്രാന്തി കൂട്ടാത്തൊരു മനുഷ്യനാണ്. ഇതിപ്പോ ജീവിക്കാനുള്ള സാഹചര്യത്തിൽ കുറച്ച് കിട്ടിയാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് പൈസയോടുള്ള കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവർക്ക് ഇങ്ങനെ പൈസ ഇങ്ങനെ കിട്ടും ആക്രാന്തി. ഞങ്ങൾക്ക് തരില്ലടി ഗൈസ്. 2000 റുപ്യ കൊടുത്താണ്ട് കൂടെ ഓളം മാന പിടിക്കുവായത്. അപ്പൊ എത്ര റുപ്യ 1000 റുപ്യ 1000 റുപ്യ പോയപ്പോ ഉണ്ടായിരുന്നു. 200 റുപ്യാണ്. ഓളെ അവിടെ പോയിട്ട് ഓളെ കുടുംബക്കാരൊക്കെ പാട് ബ്രോസ്റ്റ് ഇടാൻ വേണ്ടി 200. അത് വേറെ കട്ടട്ട് ബ്രോസ്റ്റ് ആയിക്കൂലേ അതിനൊക്കെ 200 റുപ്യ കൊടുത്തേച്ച്. പിന്നെ എന്റെ പൈസയിൽ കൊറേ പൈസ തരും പോയിട്ടേ. അതൊക്കെ തന്നെ. പിന്നെന്താ ഇപ്പൊ നല്ല മഴ അടച്ചു പിടിച്ചിരിക്കണ്. അപ്പൊ പിന്നെ ഞങ്ങക്ക് വീഡിയോസ് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യാനുള്ള എന്താ പറയാ സമയമല്ലേ മോട്ടിയെ. ആയി പറഞ്ഞ പറഞ്ഞി ആയി പറ. ഇനി എന്റെ ഒരു കുക്കിംഗ് ബ്ലോഗ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നമുക്ക് അറിയില്ലേ മാസ്റ്റർ ഡിഗ്രി ബാച്ചുലർ ഓഫ് ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് ആണല്ലോ. ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പക്ഷെ എന്താ പറയുക എനിക്ക് രാവിലെ പണിക്കാരത്ത് പോയേക്കണം, വൈകുന്നേരം പണിക്കാരത്ത് പോയേക്കണം. ഇപ്പൊ സമയം 6:45 7 മണിയാകുമ്പോഴത്തേന് പണിക്കാർ ഇപ്പൊ മുക്കട്ടയിൽ ഒരുങ്ങിയിട്ടുണ്ടാവും കൂലി വാങ്ങാൻ വേണ്ടിയുണ്ട്. അപ്പൊ ഞാൻ ഒരു പണി നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവില്ല. ഞാൻ വേറെ എവിടെയിലേക്കാണ്. പിന്നെ ഇവളുണ്ടല്ലോ ഇവള് ഭയങ്കര സാധനമാണ് ഗൈസ്. ഇവിടെ രാത്രി ഉറങ്ങും. പിന്നെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് ശ്വാസം കിട്ടില്ല. എന്തിനാ അങ്ങനെ കെട്ടിപ്പിടിച്ചു ഇപ്പച്ചിമാരെ? ഒന്ന് എല്ലാം കെട്ടിപ്പിടിച്ചാ പോലെ. എന്തെങ്ങനെ അമർത്തി കെട്ടിപ്പിടിച്ചില്ല ഇനിയെ അവിടെ നല്ല നല്ല തലമുടിയാണ്. ഇനി ഒട്ടൊന്നും വേണ്ട. പിന്നെ നമ്മളൊരു ആളുണ്ട് നിങ്ങളെന്താ വ്ളോഗ് ചെയ്യാത്ത ചോദിക്കുന്നുണ്ട്. ഓരോടൊന്നും പറയാം. എന്താ വെച്ചാൽ ഇതൊക്കെ തന്നെ കാരണം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഗൈസ്. ആരത്
എന്റെ മുട്ടയൊക്കെ എങ്ങനെ ഉണ്ടാവും? ചോളത്തെ തന്നെ മുട്ടയാക്കട്ടെ, എന്റെ മുട്ടയാക്കട്ടോ. അന്നെ മുട്ടാക്കും ഞാനോ? അന്നെ കൊണ്ടുപോയി തല അങ്ങനെ ആക്കും ഞാൻ. അന്നെ പിടിച്ചുകൊണ്ട് ഉറക്കത്തുനിന്ന് ഇപ്പച്ചി അവന്റെ ബോധം കെടുത്തി കൊണ്ടുപോകും. എന്റെ എപ്പോഴെങ്കിലും ഉറങ്ങുമല്ലോ. ഇത് രാത്രി കാലോളം ഉറങ്ങുമ്പോ ഞാൻ പിടിച്ചാൽ കൊണ്ടുപോകും. പിന്നെ ഇമ്മ എത്താനായിട്ടില്ല. ഇനി ഞങ്ങൾ അതിനകത്ത് നിക്കാറുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞാൽ ഇൻഷാല്ല അമ്മ എത്തുക. വീട്ടിയാ ഇവിടെ അമ്മ എപ്പോഴും എത്തുക? ഞങ്ങള് കോട്ടർമ അടിച്ചാൽ മതി. ഞങ്ങക്ക് 23-ാം തീയതി ഒരു കുടിൽക്കലുണ്ട്. പിന്നെ വേറെ പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ വീട് അൽഹംദുലില്ലാ ഓരോരുത്തർ ആഗ്രഹിക്കാൻ ഓരോ വീടും കാര്യങ്ങളൊക്കെ അടുത്തോണ്ട് എന്തോ വർക്കത്തോണ്ട് ഞാൻ പറയട്ടില്ലേ. പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചു വീടിന്റെ വ്ളോഗ് ചെയ്യും. വ്ളോഗ് നമ്മൾ ഈ വീഡിയോ ചെയ്തിക്കണേ. വേണമെന്നുണ്ടെങ്കിൽ വെറുതെ സമയത്ത് വ്ളോഗ് ഒന്നും കിട്ടാത്ത സമയത്ത് ഒരു വ്ളോഗും ഇവിടെ ചെയ്യും. പിന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളൊരു എന്താ പറയുക, നിങ്ങൾക്ക് അത് പറഞ്ഞിരിക്കാൻ കാണിച്ചു തരണല്ലോ, അതുകൊണ്ട് മനസ്സിലായി. അപ്പം ഇൻഷാ അല്ലാ കാണാത്തവർക്ക് പോയി കാണാം. പക്ഷെ ആ വീഡിയോ ഒരു രംഗുണ്ടാവുക, കാരണം എന്താ വെച്ചാൽ അതൊക്കെ തുടക്കത്തിൽ ചെയ്ത വീഡിയോസാണ്. അപ്പം മോട്ടിയാണ്ട് പോയിക്കുന്നുണ്ട് ഗൈസ്. ഓളെ ബാക്കിൽ വാനരപ്പാടിയും പോയിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒറ്റക്കുള്ളൂ. ഈ സാധനം നല്ല വേദനയുണ്ട്. കോട്ടരമ അടിച്ചാണ്. കോട്ടരമ പന്തലയാകുമ്പോൾ ഗ്രൗണ്ടിൽ ഇരുന്നിട്ടേ ഡേറ്റിന് എടുത്ത് പോയിരുന്നിട്ട് കോട്ടരമ ഉള്ളിലേക്ക് പാറി ഞാൻ കൂട്ടി അടച്ചു. പിന്നെ ഇങ്ങനെ അരിച്ചു, അതിനെ ഇതാക്കി. അങ്ങനെ ഞങ്ങളുടെ വീട് 1 year കംപ്ലീറ്റഡ്. ഇതിൻ്റെ ഒരു മണ്ട വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു. മണ്ട വീഡിയോ മീൻസ് ഡേറ്റ് മാറി എനിക്ക്. ഇത് മെയ് ആണല്ലോ. ഞാൻ ഏപ്രിൽ 21-ാം തീയതി അന്ന് വലിയ ആളായിങ്ങാണ്ട് ഇങ്ങനെ പോയാണ്ട് ഞങ്ങൾ വീട്ടിൽ ഉദ്ഘാടനമൊക്കെ പറഞ്ഞു. അതിലുണ്ട് ഫുള്ള് നെഗറ്റീവ് മീൻസ് നമ്മളെ വീഡിയോ ഓരോരുത്തർ ശ്രദ്ധിക്കുന്നത് നമുക്ക് അപ്പോഴാണ് മനസ്സിലാകുക. എല്ലാത്തിനും ഉണ്ട് കമന്റ്. ആ കുട്ടി എവിടുന്ന് കേക്ക് കിട്ടിയത്? പല കുട്ടിക്ക് കേക്ക് കിട്ടിയൊരു മാമ എന്നടാ എല്ലാവർക്കും ഉമ്മ കൊടുത്താ? ഉമ്മ കൊടുക്ക്. ഗൈസോടെ എല്ലാവർക്കും ഉമ്മ നിൽക്കണ്. ആ ഉമ്മ എന്നതിൻ്റെ സ്ക്രീനുമ്മ കാണുന്നുണ്ട് ഗൈസ്. ആകെ നീരും നെയ്യും ഒക്കെ പാടായിട്ട്. അങ്ങനെ ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ഗൈസ്. ഇനി ഞങ്ങൾ സ്ഥിരം വ്ളോഗുമായി വരാൻ ശ്രമിക്കും, ഉറപ്പ് പറയുന്നില്ല. ഇന്ന് മെയ് 21. ഇന്നായിരുന്നു ഞങ്ങൾ വീടേണ്ടത്. പക്ഷെ അത് അപ്ലോഡ് ചെയ്യുന്നത് മെയ് 22-നാണ്. അതിന് ഞങ്ങൾ മുറിച്ചാൻ കൊടുക്കുന്ന കേക്കാണ്. ഞാൻ നീച്ചതിന് മുന്നേ പോലെ എൻ്റെ അടുത്തുണ്ട്. നോക്കട്ടെ, എൻ്റെ കയ്യിൽ നോക്കട്ടെ. എവിടെ കേക്ക് അടിക്കൊണ്ടി? വീഡിയോ കഴിച്ചതിന് മുന്നേ അരക്കന്തൂറിയായ എൻ്റെ ഭാര്യ ലൈറ്റ് ഒക്കെ ഓഫാക്കി. ലൈറ്റ് ഓഫാക്കല വീഡിയോ കഴിഞ്ഞിട്ടില്ല. എന്താ ഇങ്ങനെ ഗൈസ്? ഓളെ വിചാരം കണ്ട ഓട് പണിക്ക് വേണ്ടി കാര്യം കിടക്കുന്ന മാതിരി ഓളെ കാട്ടിക്കൂട്ടുണ്ട്. കഴിഞ്ഞ മാസം എത്ര ബില്ല്? ഒരു ഭാര്യ ഭർത്താവ് താമസിക്കുന്ന വീട്ടിൽ വരുന്ന ബില്ലാണ് 3000 രൂപ. അതിന് 2895. അപ്പൊ 3000 രൂപയ്ക്ക് എത്ര കൈസ് കമ്മി? അപ്പൊ എന്താ ദുർച്ചലവല്ല അവിടെ കാണിക്കേണ്ടത്? പിന്നെ മരിച്ചുമ്പോ കൊണ്ടാകുന്നതൊക്കെ വെച്ചിട്ട് ഇവിടെ ചൂടെടുത്ത് കിടക്കുക. പിന്നെ എന്നോട് പറയാൻ പിന്നെ എന്താ ജിപ്പ് ഓഫ് ആക്കണ കേട്ടോ. തളന്റെ സ്വഭാവം മക്കം കിട്ടിക്കണ്. അവിടെ ചുറ്റുമീൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് ഇനി ഞങ്ങൾ വൈകുന്നില്ല. അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിലേക്ക് കാണാം. എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. See you പറയടി. See you പറയ്. See you പറയ് നിനിയെ. See you പറയ്. പിയു പിയു ചിങ്കിരിമുത്തേ 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 ചിങ്കിരിമുത്തേ. അപ്പൊ ഗൈസ് എല്ലാവരോടും ബൈ ബൈ. See you.